സക്സസ് ആയിട്ടുള്ള ആൾക്കാരെ അടുത്തുനിന്ന് കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ എൻ്റെ ഉപ്പയും എൻ്റെ കസിൻ ബ്രദറായിട്ടുള്ള ആൾക്കാരൊക്കെ അവർ പഠിപ്പിച്ചു തന്ന കാര്യങ്ങളാണ് ഞാനിപ്പോഴും പിന്നെ മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെങ്ങനെ ഒരാളായിട്ട് ഇടപെടുന്നു അല്ലെങ്കിൽ ഇടപഴകുന്നു എന്നുള്ള രീതിയിലാണ് നമ്മളെ ഏജ് ഓരോരുത്തർ കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലായത്. വേറെ കുറച്ച് ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട്. അതിലൊക്കെ എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ടീം എൻ്റെ കൂടെ ഉണ്ടാവണം. അല്ലാതെ ഒരിക്കലും നമുക്ക് വലിയ നേട്ടങ്ങളോ വലിയ കാര്യങ്ങളോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. പേഴ്സണലി ഒരു സ്ട്രോങ് മെന്നായിട്ട് വരാനുള്ളൊരു കാരണം, ഏറ്റവും വലിയ കാരണം എൻ്റെ ഉപ്പയും ഉമ്മയും തന്നെയാണ്. മലയാളി മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഒരുപാട് ഓണ്ടർപ്രണേഴ്സിന് ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. എന്നാൽ അവരിൽ നിന്ന് എല്ലാവരിൽ നിന്നും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഈ ഒരു ഓണ്ടർപ്രണർക്ക്. കാരണം അവരെക്കാൾ എല്ലാം പ്രായം കുറഞ്ഞൊരു ഓണ്ടർപ്രണറാണ് ഇന്ന് നമ്മൾ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നത്. മൈക്രോ ഹെൽത്ത് ലബോറട്ടറീസിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിട്ടുള്ള അമറാണ്. അമറെ, ഒരുപാട് സന്തോഷം. ഈ ഒരു സീറ്റിലിരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞൊരു വ്യക്തിയാണ്. കാരണം ബിസിനസ് എന്ന് പറയുമ്പോഴേ ഒരു ഫീലിങ്സ് ആണല്ലോ. കാരണം ഓരോരുത്തർക്കും ഓരോ സമയത്ത് ഈ പറഞ്ഞ പോലെ ഒരു വെളിപാടാണ് നമ്മളൊരു ബിസിനസ്സുകാരനാവണം എന്നൊക്കെ ഉള്ളത്. അതുപോലെ അമറിനെ സംബന്ധിച്ചിട്ട്, കാരണം അമറിൻ്റെ ഈ ഒരു പ്രായത്തിൽ ഇത്രയും കാര്യങ്ങൾ സ്വരുക്കൂടി ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ബിസിനസ് മാൻ ആവുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ചെറിയ കാര്യമല്ല. ഒരുപാട് വലിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പം എങ്ങനെയാണ് അമറിൻ്റെ ഒരു ബിസിനസ് ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നത്? ബിസിനസ് ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും വീട്ടിൽ നിന്ന് തന്നെയാണ് അത് ആക്ച്വലി തുടങ്ങുന്നത്. അതായത് എൻ്റെ ഫാദർ ബേസിക്കലി പിന്നെ ബിസിനസ് തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഈ പറഞ്ഞ മൈക്രോ ഹെൽത്ത് ലബോറട്ടറീസിൻ്റെ ചെയർമാനാണ് എൻ്റെ ഫാദർ. അപ്പോൾ ഫാദർ തന്നെയാണ് അത് ഫൗണ്ടറായിട്ടുള്ള ആളും കൂടാണ്. അപ്പോൾ ഞാൻ ചെറുപ്പം തൊട്ടേ കണ്ടുവരുന്നതും കണ്ടിട്ടുള്ളതൊക്കെ ഉപ്പാൻ്റെ പ്രയത്നം തന്നെയാണ്. അപ്പോൾ അതിൽ എത്രത്തോളം അധ്വാനം വേണം എന്നും പിന്നെ ബിസിനസ്സിൽ എത്രത്തോളം പിന്നെ കാഴ്ചപ്പാടുകൾ വേണം എന്നുള്ളത് ഞാൻ ചെറുപ്പം തൊട്ടേ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതിൽ എല്ലാ ഫാദേഴ്സും അല്ലെങ്കിൽ ഓണ്ടർപ്രണേഴ്സ് ആയിട്ടുള്ള ഫാദേഴ്സ് മക്കളെ ബിസിനസ്സിലോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. ഞാൻ അമറിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, വാപ്പ മകനെ ഒരു ഡോക്ടറാക്കാനാണ് ആഗ്രഹിച്ചിരുന്നത്, അമറായിട്ട് ബിസിനസ്സിലോട്ട് വന്നതാണെന്നുള്ളത്. ഞങ്ങൾ 3 മക്കളാണ്. അപ്പോൾ 3 മക്കളെയും ഡോക്ടറാക്കണം എന്ന് തന്നെയായിരുന്നു പിന്നെ ഉപ്പാൻ്റെ ആഗ്രഹം. കാരണം ഞങ്ങൾ ലാബ് ആയതുകൊണ്ട് തന്നെ, ഹെൽത്ത് ഫീൽഡിലായതുകൊണ്ട് തന്നെ ഒരു ഡോക്ടർ ആവുക എന്നുള്ളത് ബേസിക് നീഡ്സായിട്ട് ഉപ്പ ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ MBBS പഠിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഒരു 2 മന്ത്സോളം MBBS പഠിച്ചിട്ടുമുണ്ട്. നമ്മളെ കടാവർ അല്ലെങ്കിൽ ഡെഡ് ബോഡി കടാവറിനൊക്കെ കീറിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഫസ്റ്റ് അനാട്ടമി സെഷനിലൊക്കെ അവർ കാണിച്ചു തരും. അപ്പോൾ അതിലൊന്നും പേടിയോ കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല. പക്ഷേങ്കിൽ അവിടെ എനിക്ക് നിൽക്കാനുള്ള ഒരു സാഹചര്യമോ അല്ലെങ്കിൽ മുമ്പോട്ടേക്ക് ഭാവി നോക്കുമ്പോൾ അതിലെനിക്ക് സക്സസ് ആവാൻ പറ്റുമോ എന്നുള്ളത് എനിക്കൊരു സംശയമുള്ളത് കൊണ്ട് തന്നെ ഞാൻ അവിടുന്ന് ബാക്ക് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് വരികയാണ്. അതെ, അങ്ങനെയാണ് പിന്നെ MBBS വേണ്ട അല്ലെങ്കിൽ ഡോക്ടർ ആവണ്ട എന്നുള്ളത് മാറിയിട്ട് ബിസിനസ് തന്നെ കരിയറാക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തിലേക്ക് ഞാൻ പിന്നെ പോയത് അങ്ങനെയാണ്. കാരണം കരിയർ ചൂസ് ചെയ്യുക പറയുമ്പോഴേ നമ്മളെല്ലാവരും ചൂസ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു മൊമെന്റ് ഉണ്ടാവും, അത് വേണോ ഇത് വേണോ എന്നൊക്കെ ഉള്ളത്. എനിക്ക് തോന്നുന്നു അമനെ സംബന്ധിച്ച് അങ്ങനെ ഉണ്ടാവില്ല. ബിസിനസ് എന്നുള്ള ചെറുപ്പം മുതലേ ഇഷ്ടമാണ്. ശരിക്കും ബിസിനസ് ഉള്ളത് ഉറപ്പായിട്ടും ഇഷ്ടമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ ആയാലും ഒരു MBBS ഉള്ള ഒരു ബിസിനസ്സുകാരനാവണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അങ്ങനെയായിരുന്നു. ഓക്കെ, ഈ ബിസിനസ്സുകാരിൽ അമറിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ്? അല്ലെങ്കിൽ ഫാദറിനും അതുപോലെ ഒരുപാട് ഫ്രണ്ട്സിനെ ഒക്കെ കാണൂല്ലോ അവരുടെയൊക്കെ. അപ്പം എങ്ങനെയാണ് ആ ബിസിനസ്സിൽ നമ്മളെ അങ്ങോട്ട് ഇങ്ങനെ വലിച്ചെടുത്ത ഒരു എലമെന്റ് ഉണ്ടാവുമല്ലോ, ഇൻഫ്ലുവൻസ് ചെയ്തൊരു എലമെന്റ്? ഇൻഫ്ലുവൻസ് ചെയ്ത എലമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഫ്രീ ആയിരിക്കും. എത്ര ബിസിനസ് എന്നുള്ളത് ഒരു ജോലിയോ ഒരു പദവിയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല, അതൊരു ജീവിതമാണ്. ഇപ്പോൾ നമ്മൾ ജീവിച്ച് തീർക്കേണ്ട ഒരു ജീവിതമാണ് നമ്മളൊരു ബിസിനസ്സുകാരനാവുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആവേണ്ട ഇടത്തിൽ ഫ്രീ ആവാം, അല്ലെങ്കിൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഏത് സമയവും ചെയ്യാം. 24/7 നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അതിൽ
ഇൻബിൽഡായിട്ട് ഫുൾ ടൈമായിട്ട് നമ്മൾ അതിൽ തന്നെ നിൽക്കേണ്ട വരും. അതുകൊണ്ട് തന്നെ അതിൻ്റെ എലമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇപ്പം രാവിലെ ഒരു ഉച്ച സമയത്ത് 12 മണി 2 മണി വരെ ഉറങ്ങണമെങ്കിൽ നമുക്ക് ഉറങ്ങാം. അത് ഇത് കേൾക്കുമ്പോഴേ ഇപ്പൊ ജോലി ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ ഉറക്കത്തിനോട് ഇഷ്ടമുള്ളവർ വിചാരിക്കാം ബിസിനസ് ചെയ്താൽ മതി, എനിക്ക് ഇത്ര നേരം എൻ്റെ ഡിസിഷൻ അനുസരിച്ച് നിൽക്കാം. അല്ല, പക്ഷേങ്കിൽ അതിൻ്റെ ഒരുപാട് ഹാർഡസ്റ്റ് പാർട്ടുകൾ ഉണ്ട് കേട്ടോ. അതായത് ഇപ്പം ചില ദിവസം ഞങ്ങളെ ബ്രാൻഡ് മൈക്രോ ഹെൽത്ത് ലബോറട്ടറീസ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ശരിക്കും 1997 അതായത് ഞാൻ ജനിച്ച വർഷം തന്നെയാണ് ഈ ബ്രാൻഡ് എന്നുള്ളത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങളിപ്പോൾ പറഞ്ഞു വളരെ സുഖകരമായിട്ടുള്ളൊരു ജീവിതം എന്നുള്ളത് മാത്രമല്ല, അതിൻ്റെ ഒരു ഏറ്റവും ഹാർഡസ്റ്റ് പാർട്ട്, ഞാൻ 3-4 ദിവസങ്ങളൊക്കെ ഉറങ്ങാതെ നിന്നിട്ടുണ്ട് നമ്മളെ ഒരു പ്രൊജക്റ്റൊക്കെ വന്നപ്പോൾ. അതായത് കോവിഡിൻ്റെ സമയത്തായിരുന്നു ഞങ്ങളെ മൈക്രോ ഹെൽത്ത് ലാബ് എന്നുള്ള ലാബ് ഒരു കേരള മൊത്തത്തിൽ അല്ലെങ്കിൽ ഒരു പാൻ കേരള അറിയാൻ ഉള്ളൊരു സാഹചര്യം കോവിഡിൻ്റെ സമയത്തായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്തുള്ള 4 എയർപോർട്ടുകളും ഞങ്ങളായിരുന്നു കോവിഡിലേക്ക് പുറത്തേക്ക്, അതായത് അറൈവൽസിലും ഡിപ്പാർച്ചേഴ്സിലും കോവിഡിൻ്റെ സെക്ഷൻസ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് മൈക്രോ ഹെൽത്ത് ലാബായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ അത് വലിയൊരു കഥയാണ്. ആ കഥേനെ മുമ്പേ നിങ്ങൾ പറഞ്ഞുകൊണ്ട് പറയാണ്, ഹാർഡസ്റ്റ് പാർട്ട് ബിസിനസ്സിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ടൈം അതിനു വേണ്ടിയിട്ട് എന്താ പറയുക, ജീവിക്കണം എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും അതിൽ ചിലപ്പം ഫാമിലി നമുക്ക് എൻ്റെ വൈഫിനൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതായത് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നത് കുറവാണ് എന്നൊക്കെ ഉള്ള അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവാം. പക്ഷെങ്കിൽ എല്ലാ കോയിന് 2 സൈഡ് ഉണ്ട് എന്ന് പറയുന്നത് പോലെ നല്ല പാർട്ടും മോശം പാർട്ടൊക്കെ ഉണ്ടാവും. അതെ. ഇതിലിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എയർപോർട്ടിൽ, കാരണം കൊറോണ സമയത്ത് എല്ലാ ഡിപ്പാർച്ചറിലാണെങ്കിലും അറൈവലിലാണെങ്കിലും നമ്മുടെ ലാബായിരുന്നു അവിടെ അസിസ്റ്റൻസ് കൊടുത്തിരുന്നത്. ഒരേ സമയം ബിസിനസ്സും ഒരേ സമയം സർവീസും കൂടിയാണത്. അപ്പം എങ്ങനെയാണ് ആ ഒരു ടൈം, കാരണം എല്ലാവരും ഈ പറഞ്ഞ പോലെ ഭയന്നിരിക്കുന്ന സമയത്ത് നിങ്ങളൊരു ടീം ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. അതൊരു ബിസിനസ്സോ എന്തോ ആയിക്കോട്ടെ, പക്ഷെ അതൊരു ഉത്തരവാദിത്തമാണ്. അതിൽ കൂടുതൽ അതൊരു വെല്ലുവിളി കൂടിയാണ്. കോവിഡിൻ്റെ സമയത്ത് ആക്ച്വലി ഞാൻ ലണ്ടനിൽ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ബേസിക്കലി ആ സമയത്ത് ഞങ്ങൾ ഒരു വീട്ടിൽ ഒരു 4-5 നമ്മളെ മലയാളി ഫ്രണ്ട്സൊക്കെ കൂടി ഒരുമിച്ചായിരുന്നു താമസം. അപ്പം ഈ ലോക്ക്ഡൗൺ ആവാൻ പോവാണ്. ലാസ്റ്റ് ഫ്ലൈറ്റ് അതായത് ലോക്ക്ഡൗണിൻ്റെ ലാസ്റ്റ് ഫ്ലൈറ്റ്, ലണ്ടനിൽ നിന്ന് നാട്ടിലേക്കുള്ള ലാസ്റ്റ് ഫ്ലൈറ്റ് ഒരു ഫ്ലൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളെ വീട്ടിലുള്ള 2 ആൾ ആ ടിക്കറ്റ് എല്ലാവരും കൂടെ ടിക്കറ്റ് എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അതിൽ 2 പേർക്ക് അവിടുന്ന് വരാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഒരാളെ പാസ്പോർട്ട് നിയർലി എക്സ്പയർഡാണ്, ഒരാൾ എക്സ്പയർഡുമാണ്. കാരണം ആരും ചിന്തിക്കാത്ത ഒരു സംഭവമാണല്ലോ കോവിഡ്. എല്ലാവർക്കും പുതിയൊരു സംഭവമായിരുന്നു. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ പോവാം, അല്ലെങ്കിൽ ഇവിടെ നിൽക്കാമെന്നുള്ളൊരു അവസ്ഥയായിരുന്നു. പക്ഷേ നമുക്ക് ഫ്രണ്ട്ഷിപ്പിന് ഒരു വാല്യൂ കൂടുതൽ കൊടുക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സ് അവരവിടെ നിൽക്കാൻ വേണ്ടി അനുവദിച്ചില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള 2 പേര് ആ ലാസ്റ്റ് ഫ്ലൈറ്റ് പോന്നു. ഏകദേശം ഒരു 6 months എനിക്ക് തോന്നുന്നു ഞങ്ങളവിടെ സ്റ്റക്കായി. ലണ്ടനിൽ തന്നെ. അതായത് മൊത്തം നിങ്ങൾക്ക് അറിയായിരുന്നല്ലോ ആ സമയത്ത് ഫുള്ള് ക്ലോസ് ഡൗൺ ആയിരുന്നു, ലോക്ക്ഡൗൺ ആയിരുന്നു. എല്ലാവർക്കും വീട്ടുകാരൊന്നും പറഞ്ഞില്ലേ? അല്ല, അത് അവർക്ക് അറിയില്ലായിരുന്നു. ഞാൻ അന്ന് മനഃപൂർവ്വം വരാണ്ട് നിന്നതാണെന്നുള്ളത് അറിയില്ലായിരുന്നു. പക്ഷേങ്കിൽ നമ്മളെ കൂടെ ഒരുമിച്ച് ജീവിച്ച ആൾക്കാർ ഒരു പുതിയൊരു സന്ദർഭത്തിൽ നമ്മൾ ഒറ്റക്ക് വരിക എന്നുള്ളതൊരു നല്ലൊരു പ്രത്യേകിച്ച് കോഴിക്കോട്ടുകാർക്ക് തോന്നാത്തൊരു കാര്യമാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിൽക്കേണ്ടി വന്നു. പക്ഷേ ആ സമയം നമ്മൾ പല കാര്യങ്ങൾക്കും വേണ്ടി യൂട്ടിലൈസ് ചെയ്തു. ഞാനിവിടെ ഒരു ക്ലിനിക്ക്, ഒരു മോഡേൺ ക്ലിനിക്ക് തുടങ്ങേണ്ട ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്തത് നമ്മൾ ഫ്രൂട്ട്ഫുൾ ആക്കി ആ സമയത്ത്. അപ്പം അതിനുശേഷം കോവിഡാണ് വരുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ എൻ്റെ കസിൻ ബ്രദർ, നമ്മളെ നൗഷാദ് CK എന്ന് പറയും, ഡോക്ടർ നൗഷാദ്, നമ്മളെ മൈക്രോ ഹെൽത്ത് ലബോറട്ടറിൻ്റെ CEO ആണ്. മൂപ്പരും ഒരു ദിനേഷ് കുമാർ എന്ന് പറഞ്ഞിട്ട് CO ഉണ്ട്. അവർ 2 ആളും ഇവിടെ സ്റ്റക്കായിരുന്നു. അതായത് കാലിക്കറ്റിൽ സ്റ്റക്ക്. നമുക്ക് ഖത്തറിലും ദുബായിലൊക്കെ ഉണ്ട്, പക്ഷെ കാലിക്കറ്റായിരുന്നു അവർ സ്റ്റക്ക്. അപ്പോൾ കോവിഡ് എടുത്ത കേരളത്തിലെ 2ാമത്തെ ലാബായിരുന്നു കാലിക്കറ്റിലുള്ള മൈക്രോ ഹെൽത്ത് ലബോറട്ടറീസ്. അപ്പോൾ അവിടുന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഏരിയയിൽ, അതായത് ഒരു ലാബ് എറണാകുളത്തായിരുന്നു, ഒരു ലാബ് കാലിക്കറ്റിലായിരുന്നു,
നമുക്ക് ഈ കോവിഡിൻ്റെ ലൈസൻസ് ഉള്ള ലാബ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവരും റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് ഈ ലാബിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കോവിഡ് എന്നുള്ള രീതിയിൽ തുടങ്ങി. അപ്പോൾ അവിടുന്ന് നമ്മൾ ഒരു ഫസ്റ്റ് ഏതൊരു ബിസിനസ്സിലായി കഴിഞ്ഞാലും ആ ഒരു ഇല്ലായ്മ ഉണ്ടാക്കി കൊണ്ടുവരിക എന്നുള്ളത് പോലെ കോവിഡ് നമ്മളെ അടുത്ത് മാത്രമേ ഉള്ളത് കൊണ്ട് അതിൽ മാസ്റ്റർ നമ്മളായിരിക്കും എന്നുള്ളൊരു ചിന്ത എല്ലാവർക്കും വന്നതുകൊണ്ട് തന്നെ ആ സമയത്ത് ഭയങ്കര റഷ് വന്നു തുടങ്ങി. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ ഞാനും പിന്നെ നമുക്കും ഇങ്ങോട്ട് വരാനുള്ളൊരു ഫ്ലൈറ്റ് കിട്ടി. പിന്നെ ഒരു ക്വാറന്റൈനൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുന്നത് പ്യുവർലി ബിസിനസ്സിലേക്ക് ഫുള്ളായിട്ട് ഇറങ്ങുന്ന പ്യുവർ കോവിഡിൻ്റെ സമയത്താണ്. ഫുൾ ലോക്ക്ഡൗൺ, അതെ എക്സ്ട്രീം സമയത്താണ് ശരിക്കും ഇറങ്ങുന്നത്. അപ്പോൾ അത് ഇറങ്ങുമ്പോൾ നമുക്ക് ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും എത്രയോ നന്നായിട്ട് ഞങ്ങളെ ഈ ബ്രാൻഡിനെ പ്ലേസ് ചെയ്യാനും അതുപോലെ തന്നെ കേരളം ഉടനീളം പിന്നെ മൊത്തത്തിൽ സർവീസ് കൊടുക്കാനൊക്കെ പറ്റി. ഈ മൈക്രോൻ്റെ റിപ്പോർട്ടുകൾ ഒരുപാട് സ്ഥലത്തൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ അത് പിന്നെ എനിക്ക് തോന്നുന്നു ഒരു വർഷമൊക്കെ നമ്മളത് അങ്ങനെ തന്നെ പോയി. അതിനുശേഷമാണ് പെട്ടെന്ന് ഒരു ദിവസം പിന്നെ എയർപോർട്ടിൽ നിന്നൊരു ന്യൂസ് വരുന്നത്. ഈ ദുബായിലേക്ക് പോകണമെങ്കിൽ RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു. അപ്പോൾ ദുബായിൽ നിന്നൊരു പെട്ടെന്നൊരു ഇന്ത്യയിൽ നിന്നുള്ള ഒരു 4 ലാബിൻ്റെ ഇത് വെച്ചിട്ട് ഇന്ന ലാബിൽ നിന്ന് ഇനി സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ദുബായിലേക്ക് അവർക്ക് എമിഗ്രേഷൻ പാസ്സാവാനോ എൻട്രി ചെയ്യാനോ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു ഒരു ട്വീറ്റായിരുന്നു. അപ്പോൾ അത് ഭയങ്കര നമ്മളൊക്കെ പാനിക്കാക്കി. എന്താ എന്നൊന്നും മനസ്സിലാകുന്നില്ല. ഇത് അപ്പോൾ അന്വേഷിച്ച് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നമ്മളെ ലാബിൻ്റെ കൂടുതൽ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് അവിടെ പോയത് കൊണ്ടാണ് എന്ത് ചെയ്തത് നമ്മളെ ബാനാക്കി എന്നുള്ളൊരു ഇൻഫർമേഷൻ ആയിരുന്നു കിട്ടിയത്. അത് പൂർണ്ണമായിട്ടും നമ്മളെ ഒരു മിസ്റ്റേക്ക് കൊണ്ടല്ലായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. മലപ്പുറത്തുള്ള ഒരു സ്ഥലത്തെ ഒരു ലാബിൽ നിന്ന് നമ്മളെ ലെറ്റർ ഹെഡിൽ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേക്ക് റിസൾട്ടുകൾ വലിയ പൈസ കൊടുത്തിട്ട് ഉണ്ടാക്കിയിട്ട് കൊടുക്കാൻ തുടങ്ങി. കാരണം ലെറ്റർ ഹെഡൊക്കെ ആർക്കും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ കേസ് കൊടുത്തു. ആ ലാബിനെ പിന്നെ പോലീസ് പിന്നെ ഷട്ട് ഡൗൺ ചെയ്യിപ്പിച്ചു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പക്ഷേങ്കിൽ ആ ദിവസം ഞാനും അല്ലെങ്കിൽ ഞങ്ങളൊക്കെ അനുഭവിച്ച ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്ത് എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരിടാൻ പറ്റും എന്നുള്ളൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഏകദേശം 2000-2500 ആൾ ഞങ്ങളെ ഈ റിപ്പോർട്ട് വെച്ചിട്ട് ട്രാവൽ ചെയ്യുന്ന ദിവസമായിരുന്നു അന്ന്. അപ്പോൾ അത്രയും ആൾക്കാരെ പെട്ടെന്നാണ്, അതായത് ഇന്ന സമയം തൊട്ടിട്ട് എൻട്രി ഇല്ല എന്നാണ് പറയുന്നത് ഈ റിപ്പോർട്ട് കൊണ്ടു കഴിഞ്ഞാൽ. ആൾക്കാരൊക്കെ എയർപോർട്ടിൽ എത്തിയിട്ടാണ് മനസ്സിലാക്കുന്നത് ഈ റിപ്പോർട്ട് വാലിഡ് ആയിരിക്കില്ല എന്നുള്ളത്. അപ്പോൾ 2000 ആൾക്കാരെ യാത്രയാണ് ദുബായിലേക്കുള്ളത് മുടങ്ങുന്നത്. നമ്മുടെ ഉത്തരവാദിത്വം നമ്മുടെ കയ്യിലാണ്. അപ്പോൾ ആ ഉത്തരവാദിത്വം നമ്മളെ കയ്യിലായിരുന്നു. അപ്പോൾ കോഴിക്കോടുള്ള ആൾക്കാർ, ഞങ്ങൾ ആ സമയത്ത് എല്ലാ എയർപോർട്ടിലും മറ്റേ കസ്റ്റമർ കെയർ സർവീസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആൾക്കാർ വന്നു പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. കാരണം നമുക്കിത് ആരെയും ആ സമയത്ത് ധരിപ്പിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ അത് വളരെ ഭംഗിയായിട്ട് ചെയ്തു. കുറേ ആൾക്കാർക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു കൊടുത്തു. ഒരു സ്പൈസ് ജെറ്റിൻ്റെ എയർക്രാഫ്റ്റ് തന്നെ നമ്മൾ ചാർട്ട് ചെയ്തിട്ട് കൊടുത്തു. അങ്ങനെ നമ്മളെ ബ്രാൻഡിനെ വീണ്ടെടുക്കേണ്ട നമ്മളെ കടമയായതുകൊണ്ട് തന്നെ ആ ഒരു ഘട്ടം നമ്മൾ വളരെ വൃത്തിയിൽ അല്ലെങ്കിൽ ഭംഗിയാക്കിയിട്ട് പിന്നെ അത് ഹാൻഡിൽ ചെയ്യപ്പെട്ടു. പക്ഷേങ്കിൽ 6 months കഴിയേണ്ടി വന്നു. 6 months to 8 months കഴിയേണ്ടി വന്നു. ഞങ്ങൾ പല രീതിയിലും നോക്കി ഈ ബാന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെങ്കിൽ കഴിഞ്ഞില്ല. പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞ നമ്മളെ CEO തന്നെ ഡയറക്റ്റ് ദുബായ് ഹെൽത്ത് അതോറിറ്റീൻ്റെ മിനിസ്റ്റർ അപ്പോയിൻമെൻ്റ് എടുത്തു. അവരെ കണ്ടു, ഇവിടുത്തെ കേസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവരെ ധരിപ്പിച്ചതിന് ശേഷം നമ്മളെ ബാനുകളൊക്കെ പിന്നെ ഒഴിവാക്കി. പക്ഷെ ആഫ്റ്റർ 4 months ഈ കോവിഡ് കൂടിയ സമയത്താണ് ദുബായ് DHA എന്ന് പറയും, ദുബായ് ഹെൽത്ത് അതോറിറ്റി പുതിയ നിയമം ഇറക്കുന്നത്. ഒരു റാപ്പിഡ് PCR എന്ന് പറയും, അതായത് പിന്നെ പെട്ടെന്നുള്ള PCR. അപ്പോൾ അത് എയർപോർട്ടിൽ നിന്ന് തന്നെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ അഡ്വാൻസ്ഡ് ലാബ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഓൾറെഡി ആ മെഷീനറീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഈ എയർപോർട്ടിനും അറിയില്ല ഇതെന്താണ് സംഭവം എന്നുള്ളത്. പല ഇവിടെയുള്ള ഹെൽത്തിലുള്ള ആൾക്കാർക്കൊക്കെ പുതിയൊരു സംഭവമാണ് ഇത്. ആക്ച്വലി പിന്നെ നമ്മൾ ഈ പല എക്സിബിഷൻസിലൊക്കെ പോകുമ്പോൾ പുതിയ മെഷീനറീസ് കാണുമ്പോൾ നമ്മൾ നോക്കുമല്ലോ. അപ്പോൾ അങ്ങനെ വാങ്ങി വെച്ചിട്ടുള്ളൊരു മെഷീനായിരുന്നു ഇത്. കാരണം നമുക്കും ആ സമയത്ത് യൂസ് ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ
മിഷൻ അല്ലെങ്കിൽ ദുബായ് DHA പറഞ്ഞിട്ടുള്ള ഈ മിഷൻ നമ്മളെ അടുത്തുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോസ്റ്റർ നമ്മൾ എന്ത് ചെയ്തു, പിന്നെ റിലീസ് ചെയ്തു. അപ്പോഴാണ് എയർപോർട്ട്സിൽ നിന്നൊക്കെ നമ്മളെ വിളിച്ചു, എന്താണ് ഈ സംഭവം, കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ നമ്മൾ പിന്നെ സംസാരിച്ച ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണ് ഇവർ പിന്നെ ടെൻഡർ വിളിക്കുന്നത്. അപ്പം എല്ലാ എയർപോർട്ടിലും നിങ്ങൾക്കറിയാം, പിന്നെ ടെൻഡർ വിളിക്കാതെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. 4 എയർപോർട്ടിലും ടെൻഡർ വിളിച്ചു. ഇപ്പോൾ പല ദിവസങ്ങളിലായിട്ടായിരുന്നു വിളിച്ചത്, 2 ദിവസം ഗ്യാപ്പിലായിരുന്നു വിളിച്ചത്. ഈ ദൈവം ഉണ്ട് അല്ലെങ്കിൽ പഠിച്ചവനുണ്ട് എന്ന് പറയുന്നത് പോലെ ഈ 4 എയർപോർട്ടിലും ഞങ്ങളെ റിപ്പോർട്ടുമായിട്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ള ദുബായ് ഗവൺമെൻറ്റിൻ്റെ ആ റൂള് ബ്രേക്ക് ചെയ്തുകൊണ്ട് ഞങ്ങളെ റിപ്പോർട്ടുമായിട്ട് മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പിന്നെ കേരളക്കാർ അല്ലെങ്കിൽ കേരളൈറ്റ്സ് ദുബായിലേക്ക് പിന്നെ ഉടനീളം കോവിഡ് കഴിയുന്നത് വരെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിന്നെ എന്താ പറയുക, എവിടെ പഠിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ എവിടെ നിന്ന് കഴിഞ്ഞാലും കിട്ടാത്ത ഒരു ബിസിനസ് എക്സ്പീരിയൻസ് ആയിരുന്നു. തീർച്ചയായിട്ടും. അല്ല, അതെനിക്ക് തോന്നുന്നത് നമ്മൾ പറയില്ലേ ഒരു ഗൂസ്പം സ്റ്റോറി എന്ന് പറയുന്നത് ശരിക്കും. കാരണം ഒരേ കാലയളവിൽ അല്ലെങ്കിൽ ഒരേ ഒരൊറ്റ അസുഖത്തിൻ്റെ ആ ഒരു ഇതിൽ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഏറ്റവും വലിയ സ്ട്രഗിളും അതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും വലിയ സക്സസ്സും നേടിയെടുത്തു. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ബ്രാൻഡ് ചെയ്യാറുണ്ട്. കാരണം ഒരു ബിസിനസ്സിനെ വളർത്തിയെടുക്കാനായിട്ട് അതിൻ്റെ ഗുഡ് വില്ലിനെയാണ് നമ്മളെല്ലാവരും ബ്രാൻഡ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു മൈക്രോ ഹെൽത്ത് ലബോറട്ടറീസ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അതായത് അവിടെ ഒരു പ്രശ്നം വന്നപ്പം ആ പ്രശ്നത്തിൻ്റെ സൊല്യൂഷനായിട്ടാണ് നമ്മൾ ആ ഒരു ബ്രാൻഡിങ് ആക്ടിവിറ്റി അല്ലെങ്കിൽ അത് സ്പെൻഡ് ചെയ്തത് എന്നുള്ളത്. കാരണം ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് കൊടുത്തിട്ടും സാധാരണ ആളുകൾ ജസ്റ്റ് ഒരു നോട്ടീസോട് കൂടെ തീർക്കും, ഏത് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് അല്ല, അത് നിങ്ങൾ തന്നെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള രീതിക്ക് വരാം. കാരണം ആ ഒരു പ്രശ്നത്തിനെ സോൾവ് ചെയ്യുക മാത്രമല്ല, ആ പ്രശ്നത്തിനെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് സോൾവ് ചെയ്തുകൊണ്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള റിസൾട്ടും കൂടെ കിട്ടി ഒരേ ഒരു കാലയളവിൽ, അല്ലേ? അല്ല, അതിൽ പിന്നെ ഏതൊരു ബിസിനസ്സിലും മനുഷ്യത്വം എന്നുള്ളത് ഭയങ്കര ഒരു ഫാക്ടറാണ്. ഇപ്പം നമുക്ക് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞതുപോലെ കൈയൊഴിയായിരുന്നു അല്ലെങ്കിൽ ആ സമയത്ത് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. പക്ഷേങ്കിൽ നമ്മൾ ആ സമയത്ത് നമ്മളെ കൂടെ അല്ലെങ്കിൽ നമ്മളെ കസ്റ്റമേഴ്സിൻ്റെ വിശ്വസ്തത എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ സമയത്ത് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരുപാട് കാര്യങ്ങൾ ആ സമയത്ത് പിന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എൻ്റെ മേലെയുള്ള അല്ലെങ്കിൽ എൻ്റെ ഉപ്പയും എൻ്റെ കസിൻ ബ്രദറായിട്ടുള്ള ആൾക്കാരൊക്കെ അവർ പഠിപ്പിച്ചു തന്ന കാര്യങ്ങളാണ് ഞാനിപ്പോഴും പിന്നെ മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് നിലനിൽപ്പ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ ലോയലാവണം. നമ്മൾ കസ്റ്റമേഴ്സിനോട് ഭയങ്കര ലോയലായി കഴിഞ്ഞാൽ മാത്രമേ പൈസ ഒക്കെ വേറെ രീതിയിലോ അല്ലെങ്കിൽ പല രീതിയിലും ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അത് ഉടനീളം അല്ലെങ്കിൽ ജീവിതത്തിൽ തുടക്കം തൊട്ട് അവസാനം വരെ ഒരു ബിസിനസ് തുടങ്ങി തൊട്ട് അവസാനം വരെ അത് നിലനിൽക്കണമെങ്കിൽ നമ്മൾ ലോയലായേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. നമ്മൾ ഏത് ബിസിനസ്സിലും ചോദിക്കുമ്പോൾ എങ്ങനെയാണ് സ്ട്രഗിൾസിനെ ഹാൻഡിൽ ചെയ്തെന്നുള്ളത്. കാരണം ഇതൊരു സ്റ്റോറി, ഒരു സ്ട്രഗിൾഡ് സ്റ്റോറി തന്നെ പറഞ്ഞു. ഇതിൽ കൂട്ടായ്മയ്ക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കസിൻ ബ്രദർ, നമ്മളെപ്പോഴും പറയും ഒരു സക്സസ് എന്ന് പറയുന്നത് ഒരാളുടെ സക്സസ് അല്ല, ഒരു ടീം, നല്ലൊരു ടീം കൂടെ നിൽക്കുമ്പോൾ എന്നുള്ളത്. എനിക്ക് തോന്നുന്നു അക്കാര്യത്തിൽ അമറൊക്കെ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. ഒരുപാട് നല്ല കൂട്ടായ്മകളൊക്കെ കിട്ടിയല്ലേ? അതെ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നുണ്ടെങ്കിലും മൈക്രോ ഹെൽത്തിൻ്റെ സ്ഥാനപതിയായിട്ട് ഇരിക്കുന്ന വേറെ 2 ആൾക്കാരുണ്ട്. പക്ഷെങ്കിൽ എൻ്റെ സക്സസ് സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു വലിയ ടീമായിട്ട് ആ സമയത്ത് നിന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് കാര്യങ്ങളൊക്കെ മുമ്പോട്ടേക്ക് വളരെ സ്മൂത്തായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ളത്. ഒരു കൂട്ടായ്മ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ടീമില്ലാതെ ഒരു രീതിയിലും നമുക്ക് ഒരു ബിസിനസ്സും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പം ഞാൻ മൈക്രോ ഹെൽത്ത് അല്ലാതെ പിന്നെ വേറെ കുറച്ച് ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട്. അതിലൊക്കെ എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ടീം എൻ്റെ കൂടെ ഉണ്ടാവണം. അല്ലാതെ ഒരിക്കലും നമുക്ക് വലിയ നേട്ടങ്ങളോ വലിയ കാര്യങ്ങളോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. എങ്ങനെയാണ് ബന്ധങ്ങളെ നിലനിർത്തുക? കാരണം ഒരു ടീം എന്ന് പറയുമ്പം എസ്പെഷ്യലി ഈ ബിസിനസ്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സാധാരണ ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെയല്ല. ബിസിനസ്സിൽ യെസ്സും നോയും ഡിസിഷൻസും ഓർഡേഴ്സും ഒക്കെ പറയേണ്ടതായിട്ട് വരും. സോ എങ്ങനെയാണ് ആ ഒരു മെയിൻറ്റെയിനിങ് വരുന്നത് ബന്ധങ്ങളെ? നിങ്ങൾ ചോദിച്ചത് വലിയ പോയിൻ്റാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സിൽ യെസ്സും നോവും അല്ലെങ്കിൽ പല കാര്യങ്ങളും പറയേണ്ടി വരും. ബന്ധങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കുന്ന ആൾ എന്നുള്ള നിലയ്ക്ക് തന്നെ ആ യെസ്സും നോവും അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങളും എന്ന് പറഞ്ഞതിൽ തന്നെ എനിക്ക് ഒരുപാട് ബന്ധങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം നമ്മളൊരു കച്ചവടത്തിന് അല്ലെങ്കിൽ ഒരു ബിസിനസ്സിനെ നമ്മൾ മുന്നിലേക്ക് അല്ലെങ്കിൽ ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് കാണുമ്പോൾ അതിൽ ചിലപ്പോൾ നോ പറയേണ്ടി വരും.
അല്ലെങ്കിൽ അതിൽ ബന്ധങ്ങൾ നോക്കാതെ സംസാരിക്കേണ്ടി വരും. അപ്പോൾ ആ സംസാരിക്കുമ്പോൾ അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന നമ്മളെ കൂടെയുള്ള ആൾ ആ സെൻസിലല്ല എടുത്തിട്ടുള്ളതെങ്കിൽ നമുക്ക് അയാളെ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ കോട്ടം തട്ടിയേക്കാം. ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ ദ പേഴ്സൺ. അതെ. അപ്പം ഞാൻ ഇതിനൊക്കെ കാണലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മളായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ ആരുണ്ടെങ്കിൽ അത് ബിസിനസ്സിൽ ആവണമെന്നില്ല. നമ്മളെ ഒരു ഫ്രണ്ടാണെങ്കിൽ പോലും അവർക്ക് എന്താണോ അവർക്ക് ചിലപ്പം എല്ലാപ്പോഴും വിളിച്ചിട്ട് അവരെ കാര്യങ്ങൾ നോക്കാനോ അങ്ങനെയൊന്നും ഞാൻ അങ്ങനെ പഠിച്ചിട്ടില്ല. പക്ഷെങ്കിൽ എന്തെങ്കിലും അവർക്കൊരു ബുദ്ധിമുട്ട് വേണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ 100% അവിടെ ഉണ്ടാവണം, ഇല്ല കൂടെ ഉണ്ടാവണം എന്ന് മനസ്സുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. ശരിക്കും പറയുകയാണെങ്കിൽ അമറിന് യെസും നോയും പറയാനൊന്നും ഒരു ഭയമില്ല അല്ലേ? എനിക്ക് തോന്നുന്നത് അതാണ്. അതെ, കാരണം ലണ്ടനിൽ നിന്ന് ഞാൻ പോകുന്നില്ല എന്ന് മനസ്സുകൊണ്ട് നോയും, അവരോട് നിങ്ങളുടെ കൂടെ ഞാൻ നിൽക്കുന്നു എന്ന് യെസ് പറയുന്നു. ഈ പറയുന്ന പോലെ ഇപ്പോൾ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടാൽ പോലും സത്യസന്ധമായിട്ട് അവരുടെ അടുത്ത് നോ പറഞ്ഞിരിക്കണം എന്നുള്ളത് ഉറപ്പായിട്ടും. ഇല്ലാണ്ട് നമുക്ക് നിലനിൽപ്പ് ഉണ്ടാവില്ല. ഇപ്പം എനിക്ക് എല്ലാ ഏജിലുള്ള ലിമിറ്റുള്ള ഫ്രണ്ട്സും ഉണ്ട്. ഇപ്പം എനിക്ക് 28 വയസ്സാണ് ആയിട്ടുള്ളത്. എനിക്ക് 25 ആയിട്ടുള്ള ഏജുള്ള ആൾക്കാരുണ്ട്, 40 ഉള്ളുണ്ട്, 35 ഉള്ളുണ്ട്, 50 ഉള്ളുണ്ട്, 60 ഉള്ളുണ്ട്, 60+ ഉള്ളുണ്ട്. പക്ഷെ അവരായിട്ടൊക്കെ നമ്മളെങ്ങനെ ഒരാളായിട്ട് ഇടപെടുന്നു അല്ലെങ്കിൽ ഇടപഴകുന്നു എന്നുള്ള രീതിയിലാണ് നമ്മളെ ഏജ് ഓരോരുത്തർ കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ അതെ, സത്യം. കാരണം ഇപ്പോൾ ഒരു 30 വയസ്സുള്ള അല്ല എൻ്റെ ഏജിലുള്ള ആളോട് സംസാരിക്കുന്ന രീതിയിൽ തന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 50 വയസ്സുള്ള ആളോട് ഞാൻ സംസാരിക്കാറുണ്ട്. കാരണം അത് നമ്മൾ ഓരോരുത്തർക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ഹൗ യു മേക്ക് ദം ഫീൽ, അതാണ് അതിലുള്ള കാര്യം എന്നാണ് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണത്. അതെ 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 അതെ, തീർച്ചയായിട്ടും. അതിൽ ഏജ് ബാരിയർ എന്നതിലുപരിയായിട്ട് ഒരു എക്സ്പീരിയൻസ്, നമ്മൾ പറയില്ലേ, ഒരു എക്സ്പോഷർ കിട്ടുക എന്ന് പറയും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നല്ല ഈ പറഞ്ഞ നമ്മൾ ലെജൻസ് ആയിട്ടുള്ള ബിസിനസ്സുകാർ, അവരുടെ ഒരു എക്സ്പീരിയൻസ്, അവരുടെ ഒരു കാഴ്ചപ്പാട്, അവരുടെ ഏത് കാര്യങ്ങൾ അവർ ചെയ്യുന്നതിലും ഒരു പ്രത്യേകത ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു എക്സ്പോഷർ കിട്ടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇപ്പം ഇത് ഞാൻ പറയുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല. നമ്മൾ പല മോട്ടിവേഷൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഈ ഇൻസ്റ്റഗ്രാമിലും അല്ലാതെയൊക്കെ കാണാറുണ്ട്. ഞാൻ അതെ ട്രെയിനേഴ്സിൻ്റെ ഒക്കെ കാര്യം ഞാൻ അതിലൊന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നും എൻ്റെ ഉള്ളിലേക്ക് വരാറ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് സക്സസ് ആയിട്ടുള്ള, ഇപ്പം യൂസുഫ് അലി ഖാൻ്റെ ഒരു സ്പീച്ച് ആണെങ്കിൽ ഞാൻ കേൾക്കും, അല്ലെങ്കിൽ എൻ്റെ ശ്രദ്ധ അതിലേക്ക് പോകും. അല്ല, അത് സക്സസ് ആയിട്ടുള്ള ഒരാളാണ്. സക്സസ് ആയിട്ടുള്ള ആൾക്കാരെ അടുത്തുനിന്ന് കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഏത് സെക്ടർ എടുത്തു നോക്കിക്കോളൂ, നമുക്ക് എക്സ്പീരിയൻസും എക്സ്പോഷേഴ്സും ഉള്ള ആൾക്കാരെ അടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് യങ്സ്റ്റേഴ്സായിട്ടുള്ള ആൾക്കാർ ശ്രമിക്കേണ്ടത് എപ്പോഴും. ഇപ്പോൾ പുതിയ ബിസിനസ് തുടങ്ങുന്ന ആളുകളുടെ അടുത്ത്, കാരണം പുതിയ ബിസിനസ് തുടങ്ങുന്ന ഒരു ജനറേഷൻ എന്ന് പറയുമ്പം ഈ പറയുന്ന പോലെ സ്റ്റാർട്ടപ്സ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്, അവരുടെ ഐഡിയാസ് കാര്യങ്ങളൊക്കെ. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മൾ പറയും അവരുടെ ഒരു എന്താ പറയുക, ടൈം സ്പാൻ എന്ന് പറയുന്നത് വളരെ കുറവാണ്, അല്ലെങ്കിൽ ഒരു കാര്യത്തെ ശ്രദ്ധിക്കാനുള്ള ഒരു സമയം അത് അവരുടെ കയ്യിലില്ല. അപ്പം ഞങ്ങളുടെ MD ഒക്കെ പറയും, കാരണം കേൾവിക്കാരനാവുക എന്നതാണ് ഏറ്റവും വളരെ വലിയ കാര്യം, അല്ലെങ്കിൽ ഏത് കാര്യത്തിലും ഏറ്റവും സക്സസ് കൊണ്ടുവരുന്ന അതാണെന്നുള്ളത്. നിങ്ങൾ ഈ ചോദ്യമൊക്കെ എന്നോട് ചോദിക്കുമ്പോൾ ഇതിനെ ഉത്തരം പറയാൻ എനിക്ക് പേടിയുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇത് കുറച്ച് കഴിഞ്ഞിട്ട് എൻ്റെ ഫാദറൊക്കെ കാണുമ്പോൾ ചോദിക്കും. അത് പക്ഷെങ്കിൽ ഞാൻ പറയട്ടെ, ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ ഈ ഒരു കാര്യം വളരെ ഞാനൊക്കെ വളരെ നിസ്സാരമായിട്ട് കണ്ടിരുന്ന കാര്യമായിരുന്നു ആദ്യം. കാരണം നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്നതിൽ പുതിയതായിക്കോട്ടെ എന്തായിക്കോട്ടെ, ആ ചെയ്യാൻ പോകുന്ന കാര്യത്തിനെ പറ്റിയിട്ടുള്ള നോളജ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഞാൻ ബേസിക്കലി ബിസിനസ്സാണ് ലണ്ടനൊക്കെ പഠിച്ചത്. ഞാൻ ഇവിടെ ചെയ്യുന്നത് ലബോറട്ടറി മെഷീൻസും ബ്ലഡും അല്ലെങ്കിൽ DNA അങ്ങനെ പല റിലേറ്റഡ് ആയിട്ടുള്ള ക്യാൻസർ ഒക്കെ എല്ലാവിധ ടെസ്റ്റുകളും നമ്മളിവിടെ കാലിക്കറ്റിൽ നമ്മളെ മൈക്രോ ഹെൽത്തിൽ ചെയ്യുന്നുണ്ട്. അപ്പം
അതിനെ പറ്റിയിട്ട് നല്ലോണം പഠിക്കാതെ എനിക്കൊരിക്കലും ആ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇപ്പോഴും ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ 6 വർഷമായിട്ട് പിന്നെ നമ്മളെ ഫാദറിൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ട് 6 വർഷമായി. 6 വർഷത്തിൽ കഴിഞ്ഞ ഒരു 1 ഇയറോ 2 ഇയറോ ആയിട്ടാണ് ഞാൻ അവിടുത്തെ കാര്യങ്ങൾ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ട്, അല്ലെങ്കിൽ അവിടുത്തെ നോളജ് അക്വയർ ചെയ്യാൻ തുടങ്ങി ഞാൻ ആകെ ചെറിയ ടൈമായിട്ടേ ഉള്ളൂ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നിസ്സാരമായിട്ടുള്ള കാര്യമില്ല. കാരണം ബിസിനസ് എല്ലാത്തിനും ഒരുപോലെ അല്ലേ, അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ എല്ലാം ഒരുപോലെ അല്ലേ എന്നായിരുന്നു ആദ്യം നമ്മൾ പഠിച്ചതും അതെ. പക്ഷേങ്കിൽ അങ്ങനെയല്ല. ഇൻഫോർമേറ്റീവ് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം ഇൻഫോർമേറ്റീവ് ആവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അത് നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതൊരിക്കലും അതിനൊരു ലിമിറ്റില്ല. പുതിയ കാര്യം ഇപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ചിലപ്പം ഡെവലപ്മെൻറ്റ്സ് വന്നേക്കാം. ഞങ്ങളെ കാര്യമാണെങ്കിൽ ഇപ്പം നമ്മൾ പുതിയ മെഷീനറീസ് അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മളെപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അതിനെപ്പറ്റി പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ആൾക്കാരൊക്കെ ഇപ്പം ഭയങ്കര ബിസിയാണ്. ഈ ലോകം ഭയങ്കര എന്താ പറയുക, തിരക്ക് പിടിച്ച് അപ്പോൾ ആർക്കും സമയമില്ല. അപ്പോൾ ആ സമയത്തിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആ ഒരു വേവിനനുസരിച്ച് നമ്മൾ ഓടിക്കൊണ്ട് നിന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഔട്ടായി പോകും. സ്പാനൊക്കെ കൂട്ടിയേ പറ്റുള്ളൂ. ഇതിലേ ഇപ്പോൾ നമ്മൾ ഒരു ബിസിനസ്സുകാരൻ ആവുക എന്ന് പറയുന്നത് ഒരിക്കലും ഈസി അല്ല. കാരണം അവൻ പണിയെടുത്ത് അവൻ്റെ സ്വപ്നങ്ങളെ ഈ പറയുന്ന പോലെ അതിനൊരു സാക്ഷാത്കരിച്ച് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഈസി അല്ല. പലപ്പോഴും പറയാറുണ്ട്, ഒരു ബിസിനസ്സിനെ നെക്സ്റ്റ് ജനറേഷനിലോട്ട് കൊണ്ടുവരുന്ന സമയത്ത് അവർക്ക് എന്താണ് അതിൽ ബുദ്ധിമുട്ട്, സ്വാഭാവികമായിട്ടും ചോദിക്കുന്നതാണ്. നേരെ വരുന്നു, MD ചെയറിൽ ഇരിക്കുന്നു എന്നുള്ളതാണ്. സോ അമറിനെ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ അമറിൻ്റെ ആ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ്? കാരണം ആ ഒരു നെക്സ്റ്റ് ജനറേഷനിൽ ബിസിനസ്സാണ് ഹാൻഡിൽ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ട്രഡീഷണൽ ബിസിനസ്സിൽ നിന്ന് മോഡേൺ ബിസിനസ്സിലോട്ട് അതിനെ മാറ്റി അതിലുള്ള ഒരുപാട് സ്ട്രഗിൾസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഹൗ ഡു യു മാനേജ് ഓൾ ദാറ്റ്? ബിക്കോസ് ആ ഒരു സമയത്ത് നമ്മൾ വരുമല്ലോ, MD ചെയർ കണ്ടിട്ടാണോ ശരിക്കും വാപ്പയുടെ ബിസിനസ്സിലോട്ട് വന്നത്? എന്നെ ഉപ്പ ഈ ലാബിൻ്റെ നമ്മളെ കമ്പനിയിലേക്ക് കൊണ്ടുവന്ന് അതാരും ചെയ്യാത്ത രീതിയിലേക്കാണ് എന്നെ കൊണ്ടുവന്നിട്ടുള്ളത്. എന്നെ ഇൻഡിവിജ്വലായിട്ട് സ്ട്രോങ് ആക്കിക്കൊണ്ട് തന്നെയാണ് ഫാദർ എന്ത് ചെയ്തിട്ടുള്ളത്, എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അതിനെ പറ്റിയിട്ട് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വരില്ല. അതൊരു എന്താ പറയുക, ഞാൻ പേഴ്സണലി ഒരു സ്ട്രോങ് മെന്നായിട്ട് വരാനുള്ളൊരു കാരണം, ഏറ്റവും വലിയ കാരണം എൻ്റെ ഉപ്പയും ഉമ്മയും തന്നെയാണ്. അപ്പോൾ ആ ഒരു പിന്നെ ആദ്യമേ എന്നെ 5ാം ക്ലാസ് തൊട്ടിട്ട് ഞാൻ 4ാം ക്ലാസ് തൊട്ട് ഞാൻ ഹോസ്റ്റലിൽ പോയിട്ടുണ്ട്. പിന്നെ ചെറുപ്പം തൊട്ടേ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്റ്റോറി അറിയാം, അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ തന്നെ ചോദിച്ചത്. കാരണം ഇതിൽ അമർ ആ സ്റ്റോറി പറയുന്ന സമയത്ത് ഒരുപാട് ആളുകൾക്ക് അതൊരു ഐ ഓപ്പണിംഗ് ആണ്. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ആ ഒരു ചോദ്യം. കാരണം MD ചെയർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇപ്പം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആണെങ്കിലും അല്ലെങ്കിൽ ഏത് പൊസിഷൻ ആണെങ്കിലും അതിനകത്ത് ആ ഒരു റൂട്ടിൽ നിന്ന് വരുമ്പോൾ ഉള്ള ഒരു പെയിന് അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ ഉള്ളിലൊരു പവർ, അതിലുള്ളൊരു പെയിൻ്റെ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്, ഇപ്പം ബിസിനസ് പല ആൾക്കാരും തുടങ്ങിയിട്ട് ചിലപ്പോൾ സക്സസ് ആയേക്കാം, അല്ലെങ്കിൽ പിന്നെ താഴോട്ട് പോയേക്കാം, പലതും സംഭവിക്കാം. പക്ഷെ ഒരു ഉപ്പാൻ്റെ അല്ലെങ്കിൽ ഒരു നല്ല ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ മകൻ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഫസ്റ്റ് പറയുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ അവിടുത്തെ സ്റ്റാഫ് ചിലപ്പോൾ സപ്പോർട്ട് ചെയ്തേക്കാം. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നേച്ചർ ഓർ കണ്ടീഷൻ. പക്ഷേങ്കിൽ അവരെ കുടുംബത്തിലുള്ള ആൾക്കാർ അവർ പറയുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവന് ഉപ്പാൻ്റെ ഒരു താഴ്വഴിയായിട്ട് അവിടെ വന്ന് എന്താ ചെയ്യുന്നത്. പക്ഷെങ്കിൽ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആ ബിസിനസ് നിലനിർത്തി കൊണ്ടുപോകാനും അല്ലെങ്കിൽ അതിൽ നിന്ന് മേലേക്ക് കൈപിടിച്ച് ഇതാക്കാനും അറ്റ്ലീസ്റ്റ് ആ ഒരു മോനൊരു കഴിവ് വേണ്ടേ, അല്ലെങ്കിൽ അതിനൊരു സെപ്പറേറ്റ് ഒരു രീതി വേണ്ടേ, അല്ലെങ്കിൽ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാർ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ അവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ സ്ട്രോങ് അല്ലെങ്കിൽ. പക്ഷെ എൻ്റെ കാര്യത്തിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നമ്മളെ സ്റ്റാഫിൻ്റെ അടുത്ത് നിന്നായാലും നമ്മളെ ടീമിൻ്റെ അടുത്ത് നിന്നും നമ്മളെ മാനേജ്മെൻറ്റ് സൈഡിൽ നിന്ന് എല്ലാവരുടെ അടുത്തു നിന്നും എനിക്ക് പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് കിട്ടിയത് കൊണ്ടാണ് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മൾ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഈ ബിസിനസ് ചെയ്യുന്നതിൽ നിങ്ങൾ ആദ്യം ചോദിച്ചാൽ എനിക്കൊരു സാധനം ആഡ് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പേഴ്സണലായിട്ട് ഹാപ്പി ആവുന്നുണ്ടോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു സമാധാനം ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും റിസൾട്ട്സ് ഉണ്ടോ എന്നുള്ളത്, എന്നാലല്ലേ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നുള്ളൂ. അപ്പോൾ ആ റിസൾട്ട് എനിക്ക് ഫ്രം ദ ഡേ ഐ ഹാവ് ജോയിൻഡ് ഹിയർ എനിക്കത് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ അതാണ് എന്നെ എന്താ പറയുക മുമ്പോട്ടേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു സംഭവം. ഡെവലപ്ഡ് ഫ്രം ദ ഡേ വൺ. അതാണ് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബിസിനസ് ചെയ്ത് സക്സസ് ആക്കുന്ന ഒരുപാട് സെക്കൻഡ് ജനറേഷൻ ആളുകളുണ്ട്. പക്ഷെ പറയുമ്പോൾ എന്താണ്, അത് ഫാദർ തുടങ്ങിയ ബിസിനസ്സാണ്. ഓക്കെ, ആ ഫാദർ തുടങ്ങിയ ബിസിനസ്സിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങുന്നതിന് ബുദ്ധിമുട്ടാണ് പലപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. കാരണം തുടങ്ങുന്ന പ്രിവിലേജും ഈ പറയുന്ന ചുറ്റും പറയുന്നവരും ഒപ്പം തന്നെ അതിനൊരു അപ്ഡേറ്റഡ് വേർഷനിലോട്ട് കൊണ്ടുവരും. എസ്പെഷ്യലി ഇപ്പോഴത്തെ കറണ്ട് സെനാരിയോ എടുത്ത് നോക്കുകയാണെങ്കിൽ ഡേ ബൈ ഡേ ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന പോലെ ലാബ് ടെസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പോലും അത്രയധികം ഓരോ ദിവസം പുതിയ പുതിയ രീതിയിൽ വരുന്നു. എങ്ങനെയാണ് അങ്ങനത്തെ അപ്ഡേഷൻസ് കാര്യങ്ങളെല്ലാം നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ ഒരു MBA ആ ലെവലിലല്ലാതെ നമ്മളതിനെ ടെക്നിക്കൽ അതിനൊക്കെ നമുക്ക് ആൾക്കാരെ R&D അത്രയും സ്ട്രോങ് ആക്കി വെച്ചിരിക്കുകയാണ്. ആൾക്കാരുണ്ടാവുക എന്നുള്ളത്. പിന്നെ നമ്മളെ ഖത്തറിൽ ബേസിക്കലി നമ്മളെ CEO തന്നെയാണ് കൂടുതലും അവിടെ തന്നെ ഉണ്ടാവാറ്. അപ്പോൾ പിന്നെ ഹി ഹാസ് എ ഗുഡ് ടീം ഫോർ R&D ദർ. അപ്പോൾ അതിലൊന്നും വി ആർ വെരി സ്ട്രോങ്. പിന്നെ നമ്മൾ മുമ്പോട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ അത്രയും സ്ട്രോങ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ മൈക്രോ ഹെൽത്ത് ലബോറട്ടറീസ് എന്നുള്ള പേര് ശരിക്കും പറഞ്ഞാൽ ആ പേര് കേട്ടാലേ നമ്മൾ വിചാരിക്കുക അതൊരു ഗവൺമെൻറ് സെക്ടറാണെന്ന്. കാരണം അങ്ങനെ വരുമ്പോൾ അതൊരു നമ്മുടെ മുന്നിൽ എപ്പോഴും കണ്ടിട്ട് അതിന് ആ ഒരു പേര് ഒരിക്കലും ഒരു പ്രൈവറ്റ് സെക്ടർ അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിൽ വരില്ല. അല്ലെങ്കിൽ അതൊരു വലിയ കോർപ്പറേറ്റ് ആണ്, ആ ഒരു രീതിയിലോട്ട്, അല്ലെങ്കിൽ ഇവിടെ ഉള്ള ആളുകളുടെ അല്ല, നാട്ടിലത്തെ ഒരാളുടെ അല്ല എന്ന് തോന്നും. ആരാണ് ആ ഒരു പേര് സെലക്ട് ചെയ്തത്? അത് ഫാദറും പിന്നെ കസിൻ ബ്രദറും കൂടി തന്നെയാണ് പിന്നെ ചെയ്തിട്ടുള്ളത്. മൈക്രോ ഹെൽത്ത് ലബോറട്ടറീസ്. ശരിക്കും സാധാരണ നമ്മളിവിടെ ഒക്കെ പേരിടുകയാണെങ്കിൽ ഒരിത്തിരി നാടിനോടൊക്കെ ചേർന്നൊക്കെ പേരിടുള്ളൂ. എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട്. അത് ആക്ച്വലി നമുക്ക് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടല്ലോ, ബയോകെമിസ്ട്രി, പിന്നെ ഹെമറ്റോളജി, അതുപോലെ തന്നെ ഈ മൈക്രോബയോളജി എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതിൻ്റെ മൈക്രോ ആണ് പിന്നെ അത്, അതായത് ചെറിയ പിന്നെ ലബോറട്ടറി എന്നായിരുന്നു അതിൻ്റെ ഉദ്ദേശം. പക്ഷെങ്കിൽ 97 ചെറുതായിരുന്നു, ഇപ്പോൾ വലുതായി വരുന്നു. ഇനി ആ രീതിയിലായി മാറി എന്ന് ഞാൻ പറയില്ല. പക്ഷേ നമ്മളെ എയിമിൻ്റെ അത്ര ഒന്നും നമ്മൾ എത്തിയിട്ടില്ല. ഇവർ എയിമിങ് സോ ബിഗ്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പായിരുന്നു സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ലാബായിട്ടുള്ള നമ്മളെ കാലിക്കറ്റ്. ആ ലാബിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ മൈക്രോ ഹെൽത്ത് ശരിക്കും ഫുൾഫിൽ ആവില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും, ഈ ബോംബെയിലേക്കും മറ്റേ പല സ്ഥലങ്ങളിലേക്കൊക്കെ ചെറിയ ടെസ്റ്റുകൾ ഇവിടുന്ന് അയക്കാറായിരുന്നു. അപ്പോൾ അതിന് ഒരു പരിഹാരമായിട്ടായിരുന്നു നമ്മൾ പിന്നെ ഈ ലാബ് ഇവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിവിടെ എല്ലാവിധ പിന്നെ ഹയർ എൻഡ് ടെസ്റ്റുകളൊക്കെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ മാറി. അതെ, ഒരുപാട് കോമ്പറ്റീഷൻ വരുന്ന ഫീൽഡല്ലേ യഥാർത്ഥത്തിൽ ഇത്? അത് ഭയങ്കര കോമ്പറ്റീഷനാണ്. പക്ഷേങ്കിൽ നമുക്ക് കോമ്പറ്റീഷൻ ശരിക്കും നല്ലതാണ്. ഇപ്പം എൻ്റെ ഫാദർ എപ്പോഴും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അവിടെ നമ്മളെ തൊട്ടിപ്പുറത്ത് ഒരാൾ ലാബിന് വേണ്ടി റൂം എടുത്തിട്ടുണ്ട്, അതൊരു എടുത്തോട്ടെ, അത് കുഴപ്പമില്ല, നമുക്ക് നല്ലതായിരിക്കും എന്നാണ് പറയുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഹബ്ബായിട്ട് മാറും. അതിൽ നമ്മളെ ക്വാളിറ്റിയും പിന്നെ അതുപോലെ തന്നെ നമ്മളെ സർവീസും അതുപോലെ തന്നെ അവരെ പ്രൈസിങ്ങും നല്ലോണം കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എവിടെ ഒരു കോട്ടം തട്ടില്ല. എപ്പോഴും ക്വാളിറ്റിയും സർവീസും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് കസ്റ്റമറെ നന്നായിട്ട് മുമ്പോട്ടേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പവും ഇതുവരെ എവിടെയും വന്നിട്ടില്ല, ഇനി വരാണ്ടിരിക്കട്ടെ. തീർച്ചയായിട്ടും കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഈ പറഞ്ഞ പോലെ അതൊരു ഹെൽത്തി ആയിരിക്കണം. അതെ. ബിസിനസ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ, കാരണം ബിസിനസ് അല്ലാതെ നമ്മുടെ ഒരു മീ ടൈം ഉണ്ടാവുമല്ലോ, നമ്മുടെ കുറച്ച് ഇഷ്ടങ്ങൾ, കുറച്ച് ഈ പറഞ്ഞ പോലെ നമ്മളാക്കി മാറ്റുന്ന കാര്യങ്ങൾ, അതെന്തൊക്കെയായിരിക്കും പറഞ്ഞു? ഒന്ന് ട്രിപ്പാണ്, പിന്നെ വണ്ടിയാണ്, ഫാമിലിയാണ്, ഫ്രണ്ട്സാണ്, ലോട്ട് ഓഫ് തിങ്സ് അല്ലേ? നമ്മൾ ഒരു കാര്യം തന്നെ, വണ്ടി ഭയങ്കര ഇഷ്ടമാണ്. അതെ, വണ്ടി ഇഷ്ടമാണ്. വണ്ടി എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കോവിഡിലേക്കാണ് ഫസ്റ്റ് വന്നത് ബിസിനസ് ചെയ്തതെന്നൊക്കെ. അതുകൊണ്ട് തന്നെ ഞാൻ പേഴ്സണലി ആദ്യം എടുത്ത വണ്ടി തന്നെ, സാധാരണ ആൾക്കാർ ഞാൻ ആദ്യം എൻ്റെ ഡ്രീം ആദ്യമൊരു പിന്നെ വല്ല ചെറിയ വണ്ടി അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു മറ്റേ ആ സമയത്ത് കൊറോള അൾട്ടിസ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുക്കണം എന്നായിരുന്നു ഞാൻ പണ്ട് കുറേ മുമ്പേ ആഗ്രഹിച്ചത്. പക്ഷെ ഞാൻ ആദ്യം ഫസ്റ്റ് വണ്ടി എടുത്തത് വോൾവോ XC90 ആണ്. പിന്നെ ഫസ്റ്റ് എൻ്റെ സ്വന്തം പേരിൽ ഞാൻ എടുത്ത വണ്ടി വോൾവോ XC90 ആണ്. അതായിരുന്നു ഫസ്റ്റത്തെ അച്ചീവ്മെന്റ്. അതെ. അല്ല, ഫസ്റ്റത്തെ അച്ചീവ്മെന്റ് എൻ്റെ ഭാര്യയാണ്. ഭാര്യയെ കുറിച്ച് പറയണം ശരിക്കും പറഞ്ഞാലല്ലേ. വൈഫാണ്, ഞാൻ സ്നേഹിച്ചിട്ടാണ് കല്യാണം കഴിച്ചത്. അതെ. അപ്പോൾ അത് ഞാൻ ബേസിക്കലി ഞാനൊരു ഭാഗ്യവാനാന്ന് ചിന്തിക്കുന്ന ആളാണ്. നല്ലൊരു ഫാദർ, നല്ലൊരു ഫാമിലിയെ കിട്ടി, സുഹൃത്തുക്കളെ കിട്ടി. അല്ല, നമ്മൾ മറ്റേ ജയസൂര്യ ചോദിച്ച പോലെ ചോദിച്ചോ, ഒന്നല്ലെങ്കിൽ നിനക്ക് അംബാനിയുടെ ഭാര്യയായിട്ട് ജീവിക്കാം, അതല്ലെങ്കിൽ അതിൽ ബിസിനസ്സുകാരനാണല്ലോ.
അതെ, അത് പിന്നെ അങ്ങനത്തേലൊന്നും അങ്ങനെ അംബാനിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ചിന്തിക്കുന്ന ഒരാളല്ല വൈഫ്. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനത്തെ കാര്യത്തിലൊന്നും വീട്ടിലൊന്നും ഒരു ഇതൊന്നുമില്ല. പൈസ ഉണ്ടോ ഉണ്ട്, ഉണ്ട്, ഇല്ലെങ്കിലില്ല. ഇല്ലെങ്കില്ല. അത് അതിൽ ബോധർ ചെയ്യുന്ന ആളെ അല്ല. അല്ല. ഓക്കെ. ഇനി ഇതില് എപ്പോഴും മെഡിക്കൽ ഫീൽഡിനെ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ലണ്ടനിലാണ് പഠിച്ചത് അല്ലെങ്കിൽ അവിടെ വളർന്നു ഒരുപാട് കാലം അവിടെ ഉണ്ടായിരുന്നു. എപ്പോഴും നമ്മൾ പറയും നമ്മുടെ നാട്ടിലെ ചികിത്സാ രീതികൾ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലത്തെ ടെസ്റ്റുകൾ ഒരുപാട് ലാബുകളൊക്കെ വന്നാൽ പോലും നമുക്കിവിടെ കയ്യെത്തും ദൂരത്തുണ്ട് അതെ അതെ എന്ത് കാര്യം ടെസ്റ്റ് ചെയ്യാൻ. എങ്ങനെയാണ് അത് ഫീൽ ചെയ്തിട്ടുള്ളത്? കാരണം പുറം നാടുകളിൽ നമുക്ക് ഇത്രയും ഹെൽത്തിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോർട്ട് ഓഫ്. കാരണം അവിടെ പ്രൈവറ്റ് സെക്ടേഴ്സ് ഈസ് എക്സ്പെൻസീവ് ആണ്. പക്ഷേങ്കിൽ പബ്ലിക് ഐ മീൻ പബ്ലിക് സെക്ടർ പിന്നെ ഉണ്ടെങ്കിൽ പോലും അവിടെ നമുക്ക് ഇപ്പോൾ ഒരു അസുഖമായിട്ട് പിന്നെ അവിടെ ബുക്ക് ചെയ്യണം, അതിന് ഡേറ്റ് കിട്ടണം, ചിലപ്പോൾ ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞിട്ട് കിട്ടുക. അങ്ങനത്തെ ഭയങ്കര നൂലാമാലകളുണ്ട് ഈ ലണ്ടനിലൊക്കെ. അതിൽ ശരിക്കും നമ്മളെ കേരളക്കാർ ഭയങ്കര ബ്ലസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇവിടെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്ന നമ്മൾ കാണാറുണ്ട് ന്യൂസിലും ഇതൊക്കെ. പക്ഷെ അവരൊക്കെ പുറത്ത് പോയിട്ട് ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും ഞെട്ടിപ്പോവും. കാരണം അവിടെ വൺസ് ദ എൻഡർ അവർക്ക് അതിൻ്റെ പരിഗണന കിട്ടും. പക്ഷെങ്കിൽ ഇത് കിട്ടാനാണ് നമുക്കിപ്പോൾ ഒരു തലവേദനയോ വയറുവേദനയോ എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നമുക്ക് കൺസൾട്ട് ചെയ്യണമല്ലോ. പക്ഷെ അതിനുള്ളൊരു പെട്ടെന്ന് ഫാസ്റ്റായിട്ട് നടക്കുന്ന ഒരു സാഹചര്യം പുറത്ത് കുറവാണ്. അപ്പം നമ്മുടെ നാട്ടിൽ ലാബുകൾ വരുമ്പം ആരും അതിനെ ഈ പറഞ്ഞ പോലെ ലാബ് വന്നു എന്നുള്ളതല്ല, ശരിക്കും നമുക്ക് ഒരുപാട് ലാബ് മുതൽ ഗവൺമെന്റ് ഈസ് ഡൂയിങ് എ ഗുഡ് ജോബ്. അതെ. കാരണം ഇപ്പം കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡ് ഫേമസ് ആയിട്ടുള്ള മെഡിക്കൽ കോളേജാണ്. കാരണം എത്ര നല്ല നല്ല ഡോക്ടേഴ്സാണെന്നറിയാമോ അവിടുന്ന് ഇറങ്ങുന്നത്. അവരൊക്കെ പിന്നെ നമ്മളൊക്കെ ശരിക്കും ബ്ലസ്ഡ് ആണ് അക്കാര്യത്തിൽ. പുറത്തുള്ള പിന്നെ ഇവിടെയുള്ള ഡോക്ടേഴ്സിനെയും നഴ്സിനെയും ടെക്നീഷ്യന്മാരെയൊക്കെ ശരിക്കും പുറത്തുനിന്നുള്ള ആൾക്കാർ വലിയ ശമ്പളവും അല്ലെങ്കിൽ വലിയ ഓഫേഴ്സൊക്കെ കൊത്തിക്കൊണ്ടു പോവുക. അതിൻ്റെ കാരണം എന്താണ്? ക്വാളിറ്റി. അതിൻ്റെ ക്വാളിറ്റി തന്നെയാണ്. അപ്പോൾ അതെ, തീർച്ചയായിട്ടും അത് ശരിക്കും നല്ലൊരു ആസ്പെക്റ്റ് ആണ്. കാരണം ഇവിടുത്തെ ആളുകളുടെ അത്രയും ക്വാളിറ്റി ഉള്ളത് കൊണ്ടാണ് ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. തീർച്ചയായിട്ടും. ഇപ്പം മൈക്രോ ഹെൽത്ത് ലബോറട്ടറീസ് അല്ലാതെ നമുക്ക് എന്തൊക്കെ ബിസിനസ്സുകളുണ്ട്? നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് വേറെയും കുറച്ച് ബിസിനസ്സുകളുണ്ട്. അതെ 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 അതെ. മൈക്രോ ഹെൽത്ത് ലാബ് അല്ലാണ്ട് നമുക്ക് പിന്നെ ദുബായിൽ പിന്നെ ഒരു ചെയിൻസ് ഓഫ് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. പിന്നെ ഒരു കൺസൾട്ടിങ് കമ്പനി പിന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഖത്തറിൽ നമുക്ക് ഒരു ഫാക്ടറി, മറ്റേത് ഞാൻ ഓൺഡ് ആയിട്ടുള്ളത് തന്നെയാണ്. പിന്നെ ഖത്തറിലുള്ളത് നമ്മളെ പിന്നെ കസിൻ ബ്രദേഴ്സും എല്ലാം കൂടിയിട്ടുള്ള കുറച്ച് നല്ല കമ്പനീസ് ഉണ്ട്. ഫുഡ് ഫാക്ടറി ഉണ്ട്, പിന്നെ ലേഡീസിൻ്റെ ബൊട്ടീക്ക് ഉണ്ട്, റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അങ്ങനെ എങ്ങനെയാണ് ഈ ചെറുപ്രായത്തിൽ ഇത്രയും ബിസിനസ്സുകൾ ഹാൻഡിൽ ചെയ്യുന്നത്? ഇത് ഫുള്ളായിട്ട് ഞാനൊന്നല്ല ഹാൻഡിൽ ചെയ്യുന്നത്. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് തന്നെ ദുബായിലത്തെ കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് അത് എൻ്റെ സുഹൃത്തുക്കളും പിന്നെ എൻ്റെ പിന്നെ നമ്മളെ ക്ലോസ് ആയിട്ടുള്ള എന്നെ വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാർ അവിടെയും കൂടെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പോകുന്നത്. എനിക്ക് തോന്നുന്നു കോഴിക്കോട്ടുകാരുടെ ഒരു ഏറ്റവും വലിയ പവറാണ് ടീം എന്ന് പറയുന്നത് അല്ലേ? ഉറപ്പായിട്ടും കോഴിക്കോടുകാരെന്നല്ലേ, ആർക്കായാലും ടീമില്ലാതെ ബിസിനസ് ചെയ്യാൻ പറ്റുമോ എന്നെനിക്ക് തോന്നുന്നില്ല. ബിസിനസ് ചെയ്യണമെങ്കിൽ ടീം നിർബന്ധമായിട്ടുണ്ടാവണം. ടീം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുമ്പോട്ടേക്ക് നേരത്തെ പറഞ്ഞതുപോലെ സക്സസ് ആകാൻ പറ്റുള്ളൂ. എനിക്ക് ഒരു 40 വയസ്സിൻ്റെ ഉള്ളിൽ റിട്ടയർ ആവണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. വീട്ടിൽ വെറുതെ ഇരുന്ന് അത്യാവശ്യം ഇൻവെസ്റ്റ്മെൻ്റൊക്കെ ചെയ്ത് യാത്രകളൊക്കെ പോയി അങ്ങനെ, അതാണ് എൻ്റെ ഏറ്റവും വലിയ ഡ്രീം. എൻ്റെ ഡ്രീം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ഏജ് ആകുന്നതിൻ്റെ മുമ്പേ എന്ത് ചെയ്യണം, പിന്നെ റിട്ടയർമെൻറ്റ് സക്സസ് ആയിക്കൊണ്ട് റിട്ടയർമെൻറ്റ് എടുക്കുക. അല്ലാതെ വെറുതെ റിട്ടയർമെൻറ്റ് എടുക്കുന്നതല്ല, ഞാൻ ഉദ്ദേശിച്ച ഒരു സക്സസ്സിലേക്ക് എത്തിയിട്ട് റിട്ടയർമെൻറ്റ് എടുത്ത് ഫാമിലിൻ്റെ കൂടെയും ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ നല്ല നടന്ന് എൻജോയ് ചെയ്ത് ട്രിപ്പൊക്കെ പോയി. ട്രിപ്പ് പോകാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. അതെ അതെ. ഞാൻ പോയിട്ടുണ്ടോ? അറൗണ്ട് ഒരു 17 കൺട്രീസ് പോയിട്ടുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ടത് എവിടെയാണ്? ഏറ്റവും ഇഷ്ടപ്പെട്ട ഐസ്ലാൻഡ് ഈസ് സോ ബ്യൂട്ടിഫുൾ. നല്ല രസമാണ്, അടിപൊളിയാണ്. ഓക്കെ. കാരണം എന്താ വെച്ചാൽ നമ്മുടെ എല്ലാവർക്കും നമ്മുടേതായ ഒരു മീ ടൈം ഉണ്ടാവണം. ഇതിൽ എനിക്ക് അമറിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താണെന്ന് അറിയാം? ആഫ്റ്റർ 40 എനിക്ക് ഈ പറഞ്ഞ പോലെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ചില്ല് ചെയ്യണം എന്ന് പറയുന്നില്ലേ, ഇതൊരു മീ ടൈമാണ് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ നമ്മൾ ഡ്രീം കാണുക, നമ്മൾ ഈ പറഞ്ഞ പോലെ റെസ്റ്റ് എടുക്കാനായിട്ട് ഡ്രീം കാണുക, അല്ലെങ്കിൽ നമ്മുടെ സന്തോഷിക്കാനായിട്ട് ഡ്രീം കാണുക. അതാണ് ആ ഡ്രീമിൻ്റെ ഈ കറക്റ്റ് വേർഡ്. അതാണ് ശരിക്കും ഡ്രീം ചെയ്യുന്നത് എന്തിനാണ്? സന്തോഷിക്കാൻ. ആ സന്തോഷത്തിന് എങ്ങനെ സന്തോഷിക്കണം എന്നുള്ളതിൻ്റെ ഒരു സ്ക്രിപ്റ്റും കൂടെ നമ്മുടെ കയ്യിലുണ്ട്. സന്തോഷം ഞാൻ സന്തോഷത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഞാൻ എന്ത് ചെറിയ കാര്യത്തിനും സന്തോഷിക്കുന്ന ആളാണ്. എനിക്ക് എൻ്റെ മൂഡ് മാറ്റാൻ ചെറിയൊരു കാര്യം
എന്തെങ്കിലും ഒരു നന്മ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം വരും. ബിസിനസ് അമറിനെ പഠിപ്പിച്ചൊരു കാര്യം എന്തായിരിക്കും? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതിലുണ്ട് ആ ഉത്തരം. പിന്നെ തോൽക്കാതെ മുമ്പോട്ടേക്ക് പോവുക. നമ്മൾ പിന്നെ പല സ്ഥലങ്ങളിലും നമുക്ക് ഡിപ്സ് ഉണ്ടാവും. അതായത് ഒരു എല്ലാ കയറ്റത്തിനും ഒരു ഇറക്കം എന്നതുപോലെ നമുക്ക് ചില സ്ഥലത്ത് നമുക്ക് ഡിപ്സ് ഉണ്ടാവും. പക്ഷേ അത് മേലോട്ടേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ളൊരു ഊർജ്ജം അതിൽ 100% ഉണ്ടാവും എന്നുള്ളത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനൊന്നും ആരും വരില്ല. ഒരാൾ പോലും മോനെ നീ പിന്നെ അതിങ്ങനെയൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ നീ അത് നമ്മളെ മനസ്സിൽ നിന്ന് തന്നെ അത് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സ്പിരിറ്റാണ്. ആ സ്പിരിറ്റോട് കൂടിയിട്ട് മുമ്പോട്ടേക്ക് പോവുക, നമ്മളെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ലോയലായിട്ട്, അതായത് ആരെയും ഉപദ്രവിക്കാതെ അല്ലെങ്കിൽ ആർക്കും ഒരു ഹേർട്ട് ചെയ്യാത്ത രീതിയിലേക്ക് മുമ്പോട്ടേക്ക് നന്നായിട്ട് കയറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതാണ് എനിക്ക് ബിസിനസ് പിന്നെ പഠിപ്പിച്ച പാഠം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും. പിന്നെ ഒന്നും ക്ലോസ് ടു ഹാർട്ടാക്കിയിട്ട് അല്ലെങ്കിൽ ഹാർട്ട് ഫീലിങ്സ് ഒന്നും ഉണ്ടാവരുത്. കാരണം അതുണ്ടെങ്കിൽ നമുക്ക് സക്സസ് ആവാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതെ, അത് ഞാൻ പഠിച്ചു വരുന്ന പാടാണ്. യെസ്. എനിവൈസ് താങ്ക് യു അമർ, താങ്ക് യു സോ മച്ച്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ബിസിനസ്സുകാരൻ്റെ ഏറ്റവും ഒരു ബെസ്റ്റ് വേർഷൻ, ഒരു റിയൽ ഓണ്ടർപ്രണർ ജനിക്കുന്നൊരു വേർഷനിലാണ് ഇപ്പോൾ അമർ. ശരിക്കും അത് ഒരുപാട് കാര്യങ്ങളെ പഠിക്കുന്നു, അതിന് പഠിക്കാൻ തയ്യാറാവുന്നു എന്നുള്ളതാണ് അമറിൻ്റെ ഏറ്റവും വലിയ എനിക്ക് തോന്നിയ ഒരു പ്ലസ് പോയിന്റ്. കാരണം അമർ ഒരുപാട് ആളുകളോട് സംസാരിക്കാൻ അല്ലെങ്കിൽ ചെറിയ ചെറിയ സന്തോഷങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. സോ സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാ ഓണ്ടർപ്രണേഴ്സിൽ നിന്നും എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ട്. അമറിൽ നിന്ന് എനിക്ക് ഏറ്റവും പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു കാര്യം അതാണ്. ആർക്കെങ്കിലും ചെറിയ രീതിയിലാണെങ്കിൽ പോലും സന്തോഷങ്ങളെ കൈമാറുക, ആ സന്തോഷം കൊണ്ട് നമ്മുടെ മൂഡ് സ്വിങ്സ് ഉണ്ടെങ്കിൽ അതിനെ മാറ്റിയെടുക്കുക. എക്സാക്ട്ലി. എനിവേസ് താങ്ക് യു സോ മച്ച്. അപ്പം ഇനിയും ഒരുപാട് പേർക്ക് സന്തോഷം കൊടുക്കാൻ സാധിക്കട്ടെ. ഓക്കെ, താങ്ക് യു.